Hello dear children. So last class we were studying about the basic building blocks. നമ്മൾ സ്ട്രിങ് എന്താണ്, ഒരു ആൽഫബറ്റ് എന്താണ്, ഒരു നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു ആൽഫബറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ലാംഗ്വേജ് ഉണ്ടാക്കാൻ പറ്റും, അതിൻ്റെ ഫൈനൈറ്റ് ലാംഗ്വേജ് എന്താണ്, ഇൻഫൈനൈറ്റ് ലാംഗ്വേജ് എന്താണ്. So these were the things that we studied last class. And we stopped with the powers of sigma, right? So ഞാൻ ലാസ്റ്റ് നേരത്തെ സെഷൻ നിർത്തിയത് വേർ ആർ വി യൂസിങ് ദിസ്, ഓക്കെ, വേർ ഇസ് ദ പ്രാക്ടിക്കൽ യൂസ് ഓഫ് ദിസ്, വേർ ഇൻ പ്രാക്ടീസ് ആർ വി യൂസിങ് ദിസ്. ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് സെഷൻ നിർത്തിയത്. ഓക്കെ, സോ ടുഡേ ഐ എം ഗോയിങ് ടു ടെൽ ഹൗ വി ആർ യൂസിങ് ഇറ്റ്, ഫോർ വാട്ട് വി ആർ യൂസിങ് ഇറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് എ സി പ്രോഗ്രാം. ഓക്കെ, ലെറ്റ്സ് ടേക്ക് എ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. Okay, in C programming language, I am taking, what are the symbols that we use in this? My alphabet will contain symbols A, B, C, etc. up to Z. Okay, capital A, B, C, etc. up to Z. 1, 0, 1, 2, etc. up to 9. Okay, so, and of course the symbols as well. Okay, symbols, what, plus, minus, and so on. Finite set of operations and symbols. Okay, so this is basically a finite set. അല്ലേ, ആൽഫബറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കും. ഇറ്റ് കെൻ നെവർ ബി ഇൻഫൈനൈറ്റ്. ഒരു ആൽഫബറ്റ് കെൻ നെവർ ബി ഇൻഫൈനൈറ്റ്. ഇറ്റ് ഈസ് ഓൾവേസ് എ ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, from this alphabet we need to form the string, right? String എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൽ നമ്മുടെ പ്രോഗ്രാമിനെയാണ് ഇവിടെ സ്ട്രിങ് ആയിട്ട് പറയുന്നത്, അല്ലേ? സോ വി കൺസ്ട്രക്ട് എ പ്രോഗ്രാം യൂസിങ് ദീസ് സിമ്പിൾസ്, അല്ലേ? ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് എ പ്രോഗ്രാം void main int a comma b something. Okay, let's just take this example. Okay, ഇവിടെ ഇതിനെ in C language we call this part as a program, whereas in TOC we call this portion as a string, right? So now let's see what is a C programming language. A C programming language എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It consists of a set of valid programs, അല്ലേ? ഒരു സെറ്റ് ഓഫ് വാലിഡ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സി പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലേ? സോ ഐ വിൽ ജസ്റ്റ് റബ് ദിസ് ഓഫ്. So what is a C program? C program is nothing but a set of valid programs. Okay, അതായത് ഇപ്പം എൻ്റെ സെറ്റിൽ ഇറ്റ് ക്യാൻ ഹാവ് എൻ നമ്പർ ഓഫ് പ്രോഗ്രാംസ്, അല്ലേ? P1, P2, P3 ഇതൊക്കെയാണ് ഞാൻ ഓരോരോ പ്രോഗ്രാമായിട്ട് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ഹാവ് സോ മെനി പ്രോഗ്രാംസ്. ഓക്കെ, സോ മെനി വാലിഡ് പ്രോഗ്രാംസ്. And here I need to see if a program Pn is present in this or not. Okay, Pn എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം എൻ്റെ ഈ വാലിഡ് പ്രോഗ്രാമിൻ്റെ സെറ്റിൽ പ്രസൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് നോക്കുക? ഐ വിൽ ഹാവ് ടു ചെക്ക് ഇറ്റ് യൂസിങ് എ ലീനിയർ സെർച്ച്, അല്ലേ? വി വിൽ ഹാവ് ടു കമ്പയർ ദിസ് വിത്ത് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ദ സെറ്റ് ആൻഡ് സീ ഇഫ് Pn is present in that. It is practically not possible. Why? Because നമുക്ക് വാലിഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് എൻ നമ്പർ ഓഫ് വാലിഡ് പ്രോഗ്രാംസ്, ഇൻഫൈനൈറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, അല്ലേ? ആൻഡ് ഈ ഒരു Pn എന്ന് പറഞ്ഞ സാധനം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ സെറ്റ് ഓഫ് ഇൻഫൈനൈറ്റ് യു വിൽ ഹാവ് ടു സിറ്റ് infinite amount of time to check if that particular program is present in the set or not. Is it practically possible? നമ്മുടെ കമ്പ്യൂട്ടറിൽ ഹാസ് ഗോട്ട് ഫൈനൈറ്റ് മെമ്മറി, റൈറ്റ്?
And here, to store infinite programs, you need to have infinite memory. So which is practically not possible. So how do we solve this problem? What is the solution to this problem? Just think about it. So did you get a solution to that? Okay, before we move on to that, let me ask you something else. If my language L1 is finite, which means if my language L1 is a set of strings which are of length 2. നിങ്ങൾ ഓൾറെഡി ചെയ്തു. ലെങ്ത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? എ എ ബി, you get A B, B A and B B. Alle. This is my L1, okay, of length 2. And if I need to check if a particular string S is equal to AAB. AAB എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് എനിക്ക് ഈ ലാംഗ്വേജിലുള്ളതാണോ എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ how do I do? I just compare a string with each and every element that is present in the language on a linear search basis. അല്ലേ? അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ A ആയിട്ട് ചെക്ക് ചെയ്യും. So it doesn't match, so it's not there. AB ആയിട്ട് ചെക്ക് ചെയ്യും. No. BA no. BB no. So here you will either get a yes or a no as an answer. You get either yes or no as an answer. ഇവിടെ നമുക്ക് obviously it is a no. Right. And if my language L2 is a set of all strings that starts with A. Set of all strings that starts with A. So what are the elements in it? You just write it down in your notebook. It can be A, AB, AAB, ABB and so on. Okay, it can form an infinite language. It can form an infinite set. Okay, and I need to check if a particular string S is equal to BBA is present in this language L2 or not. You cannot just say since it is starting with B, language ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. Because അത് we know. We as human, we have intelligence and we can know that since it's starting with B, ഇവിടെ എയിൽ ഉള്ള സെറ്റ് ആയതുകൊണ്ട് അതിലുണ്ടാവാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. But a computer doesn't know that. Okay, computer, what does it do? It again starts searching. Okay, അപ്പോൾ ഇത് വെച്ച് ഓരോരോ string ആയിട്ട് compare ചെയ്ത് നോക്കും. And since it is an infinite set, it will go on in an infinite loop, right? So this is also for a language which is infinite, you cannot represent it. Okay, so for that ഇതിനെന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാവണം അല്ലേ? സൊല്യൂഷൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിനെ നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, you should be able to represent such an infinite language in a finite way. Okay, അതിനൊരു finite representation കൊടുക്കണം. Okay, how do we do it? And what is a finite representation? We'll see about that. So here, L is a set of all strings that starts with A. Okay, A എല്ലാ സ്ട്രിങ്ങും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. And my string S is equal to BAA. BAA എന്നുള്ള സ്ട്രിങ് ഈ പർട്ടിക്കുലർ ലാംഗ്വേജിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ ഹൗ ഡു ഐ ഡു ദിസ്? ഐ ടോൾഡ് യു ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ബൈ ചെക്കിംഗ് ഇറ്റ് ഓൺ എ ലീനിയർ സെർച്ച് ബേസിസ്. ലീനിയർ സെർച്ച് ബേസിസിൽ നമ്മളിങ്ങനെ ഓരോന്നെടുത്ത് സെർച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. ഇറ്റ് വിൽ ടേക്ക് ഇൻഫൈനൈറ്റ് ടൈം. So you need to have a solution to this. So how do we do this? So given a language L,
Okay, you need to have a finite representation of this. ഒരു ലാംഗ്വേജിൻ്റെ, ഒരു ഇൻഫൈനൈറ്റ് ലാംഗ്വേജിൻ്റെ ഒരു ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. യു നീഡ് ടു ക്രിയേറ്റ് ഓർ യു നീഡ് ടു ഫൈൻഡ് a finite representation of the above language, and when given a string s and compared with this, you should either get a yes or a no. Is that clear? Yes. So here, so what is a finite representation? എന്താണ് ഈ finite representation എന്ന് പറയുന്നത്? ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലാംഗ്വേജിനെ നമ്മൾ ഫൈനൈറ്റായിട്ട്, ഇൻഫൈനൈറ്റ് ലാംഗ്വേജിനെ നമ്മൾ ഫൈനൈറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഡയഗ്രമാറ്റിക്കലി നമ്മൾ അതിനെ ഫൈനൈറ്റായി റെപ്രസെൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്നിട്ട് നമ്മളൊരു സ്ട്രിങ് കൊടുക്കുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്ട്രിങ് ഇസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് ഓർ നോട്ട്. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് കൻ ബി ഡൺ. So now I am going to construct or I am going to draw a diagram, okay, which will give the finite representation of that particular language. എന്തായിരുന്നു നമ്മുടെ ലാംഗ്വേജ്? സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ദറ്റ് ആർ സ്റ്റാർട്ടിങ് വിത്ത് എ, അല്ലേ? എയിൽ സ്റ്റാർട്ട് ചെയ്യണ എല്ലാ സ്ട്രിങ്സും, ഓക്കെ, അതിൻ്റെ ഒരു ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ. അതൊരു ഇൻഫൈനൈറ്റ് ലാംഗ്വേജ് ആണെന്ന് ഐ ഓൾറെഡി ടോൾഡ് യു. നൗ ഐ എം ഗോയിങ് ടു draw a diagram which represents it in a finite way. Okay, let's see how it is done. Okay, so if ഈ diagram ഞാൻ വരയ്ക്കാം, അത് നിങ്ങൾ just you may not understand that at a moment, but then I will explain it to you. Okay, so So I am drawing a diagram here, A, B and C. Okay, this might look Greek to you, but then I will explain this. Okay, so just have a look at it now. Okay, I want all of you to take a notebook, and I hope you are writing whatever I am taking here in the board. Okay, write this. Okay, ഇവിടെ നമ്മൾ ഈ സർക്കിൾസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് is all the states. You represent the states using a circle. Okay, സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണത്. 0 represents states. Okay, so how many states do we have here? You have 3 states, which I have named it as A, B and C. Okay, and ഈ എയുടെ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ആരോ ഉണ്ടോ നിങ്ങൾ? This means A is the initial state. Initial state എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റത്തെ സ്റ്റേറ്റ്. ഇതിനെ നമ്മൾ മൊത്തത്തിൽ പറയുന്നത് ട്രാൻസിഷൻ ഡയഗ്രം എന്നാണ്. ഓക്കെ, ട്രാൻസിഷൻ ഡയഗ്രം. ഈ ട്രാൻസിഷൻ ഡയഗ്രത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിനെ അഥവാ ആദ്യത്തെ സ്റ്റേറ്റിനെ നമ്മളിങ്ങനെ ഒരു ആരോ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, സോ ഹിയർ എ ഇസ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇവിടെ യു ക്യാൻ സീ ഡബിൾ സർക്കിൾസ്, 2 സർക്കിൾ കാണാം. എന്താണ് ആ 2 സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫൈനൽ സ്റ്റേറ്റ് ആണെന്നാണ് അർത്ഥം. സോ ഫൈനൽ സ്റ്റേറ്റ് ഇസ് റെപ്രസെൻറ്റഡ് യൂസിങ് 2 സർക്കിൾസ് ഓർ എ ഡബിൾ സർക്കിൾ, ഇനീഷ്യൽ സ്റ്റേറ്റ് യൂസിങ് ആൻ ആരോ. ഓക്കെ, ഇവിടെ ഓക്കെ, just see this, just observe it. So here ഇതിനെ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്നാണ് പറയുന്നത് കേട്ടോ. ഐ എം ഗോയിങ് ടു കോൾ ദിസ് എസ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഓക്കെ, FA, ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഈ ഡയഗ്രത്തിനെ ഞാൻ വിളിക്കുന്നതാണ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഓക്കെ, ദിസ് ട്രാൻസിഷൻ ഡയഗ്രം ഐ എം ഗോയിങ് ടു കോൾ ഇറ്റ് ആസ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഓക്കെ, ഈ ഫൈനൈറ്റ് ഓട്ടോമാറ്റനെ ഇതിലേക്ക് ഞാനൊരു ഐ എം ഗിവിങ് ആൻ ഇൻപുട്ട്. ഒരു സ്ട്രിങ് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്.
എ ബി. ഓക്കെ, എ ബി എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഞാൻ ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ ഇതിലെന്താ സംഭവിക്കണേ നോക്കൂ. ഞാൻ പറഞ്ഞു ആദ്യം ഇനീഷ്യൽ സ്റ്റേറ്റ് ഇസ് ഓൾവേസ് എ അല്ലേ. ഇവിടെ എ ആണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്. സോ ഐ എം ഹിയർ ഇൻ ദി ഇനീഷ്യൽ സ്റ്റേറ്റ് എ ആൻഡ് ഓൺ സീയിങ് ദി ഇൻപുട്ട് സ്മോൾ എ, ഇതല്ലേ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്. ഓൺ സീയിങ് ദി ഇൻപുട്ട് സ്മോൾ എ ഞാൻ ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്? ഐ എം ഗോയിങ് ടു ദ സ്റ്റേറ്റ് ബി അല്ലേ. എയിൽ സ്മോൾ എ വന്നപ്പോൾ അത് എങ്ങോട്ട് പോയി? ബിയിലേക്ക് പോയി അല്ലേ, ബി. ആൻഡ് ഹിയർ ബി ഓൺ സീയിങ് എ, ബി ഓൺ സീയിങ് എ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ബിയിൽ എ വന്നപ്പോൾ അത് എങ്ങോട്ട് പോയി? ബിയിൽ തന്നെ റിമെയിൻ ചെയ്യാണ്. അതാണ് ഇങ്ങനെ 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 ലൂപ്പ് ചെയ്താർത്ഥം, സെൽഫ് ലൂപ്പ് ചെയ്താർത്ഥം ആ സ്റ്റേറ്റിൽ തന്നെ റിമെയിൻ ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, സോ ബി ഓൺ സീയിങ് എ വിൽ ബി ഇൻ ബി ഇറ്റ് സെൽഫ്. കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിൽ ഒരു ആൽഫബറ്റും കൂടി ഉണ്ട്, വിച്ച് ഇസ് ബി. സ്മോൾ ബി കാണുമ്പോഴും എന്താ ചെയ്യുന്നത്? അത് ബിയിൽ തന്നെയാണ് റിമെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് കഴിഞ്ഞില്ലേ, എ ബി ഫുള്ള് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. സോ ഫ്രം സ്റ്റേറ്റ് എ വിച്ച് ഇസ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് ബി ആൻഡ് ഇറ്റ് ഈസ് റിമൈനിങ് ഇൻ ദ സ്റ്റേറ്റ് ബി. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് അല്ലേ. സോ ഫ്രം ദി ഇനീഷ്യൽ സ്റ്റേറ്റ് വി ആർ റീച്ചിങ് ദ ഫൈനൽ സ്റ്റേറ്റ് ട്രാവേഴ്സിങ് ത്രൂ ദ ഹോൾ ഇൻപുട്ട് എ ബി. ഈ ഫുൾ ഇൻപുട്ട് ട്രാവേഴ്സ് ചെയ്തിട്ട് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തി. വിച്ച് മീൻസ് നമ്മുടെ ഈ പെർട്ടിക്കുലർ സ്ട്രിങ് എ ബി ആ ലാംഗ്വേജിലുണ്ട് അല്ലേ. നമ്മുടെ ലാംഗ്വേജ് എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് സ്റ്റാർട്ടിങ് വിത്ത് എ അല്ലേ. സെറ്റ് ഓഫ് സ്ട്രിങ്സ് സ്റ്റാർട്ടിങ് വിത്ത് എ ആയിരുന്നില്ലേ. അപ്പൊ എ ബി ഉള്ളതല്ലേ, ആ സ്ട്രിങ്ങിൽ ഉള്ളതല്ലേ, ആ ലാംഗ്വേജിൽ എ ബി ഉണ്ടല്ലോ അല്ലേ. ഇനി ലെറ്റ്സ് ടേക്ക് അനദർ എക്സാമ്പിൾ. ഓക്കെ, എ ബി എ. ഓക്കെ, ഇത് നോക്കാം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മുടെ എ ആണ്. എയിൽ ഓൺ സീയിങ് ദി ഇൻപുട്ട് എ ഇറ്റ് ഇസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് ബി അല്ലേ. ബിയിൽ ഓൺ സീയിങ് ദി ഇൻപുട്ട് ബി എന്താ ചെയ്യണത്? ഇറ്റ് ഈസ് അഗെയിൻ റിമൈനിങ് ഇൻ ദ സെയിം സ്റ്റേറ്റ് ബി. ബിയിൽ ഓൺ അഗെയിൻ സീയിങ് എ, ബിയിൽ തന്നെയല്ലേ റിമൈൻ ചെയ്യുന്നത്. Okay, so here from the initial state we are reaching the final state, traversing the whole input string. We are reaching the final state, alle, which means again this particular string is present in that language. Okay, now let's take another example. Okay, I hope you have noted this. Can I rub it? Okay, let us take another example. ബി എ നമ്മൾ നേരത്തെ സ്ട്രിങ് അങ്ങനെയല്ലേ, ബി എ പ്രസന്റ് ആണോ ഇല്ലയോ എന്നുള്ളതല്ലേ നമുക്ക് നോക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ വി സ്റ്റാർട്ട് ഓഫ് വിത്ത് ദി ഇനീഷ്യൽ സ്റ്റേറ്റ് എ ഓൺ ആൻഡ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ് എ ഓൺ സീയിങ് ദി ഇൻപുട്ട് ബി, വേർ ഇസ് ഇറ്റ് ഗോയിങ്? ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് സി. സിയിലേക്കാണ് പോയത് അല്ലേ. സിയിൽ എ കണ്ടപ്പോൾ എന്ത് ചെയ്തു? സിയിൽ എ വന്നപ്പോൾ അത് എവിടെയാണ് റിമെയിൻ ചെയ്യണത്? ഇറ്റ് ഈസ് റിമൈനിങ് ഇൻ ദ സെയിം സ്റ്റേറ്റ് സി. തിരിച്ചും എ തന്നെയാണ് വന്നിരിക്കുന്നത്. എ കണ്ടപ്പോൾ സിയിൽ എ വന്നപ്പോൾ ഇറ്റ് ഈസ് അഗെയിൻ റിമൈനിങ് ഇൻ ദ സ്റ്റേറ്റ് സി. സോ ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് വിത്ത് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എൻഡിങ് ഇൻ ദ ഫൈനൽ സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൻഡിങ് ഇൻ ദ ഫൈനൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? നമ്മൾ പറഞ്ഞു ഡബിൾ സർക്കിൾ ഉള്ളത് മാത്രമാണ് ഫൈനൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ആ പെർട്ടിക്കുലർ സ്ട്രിങ് ആ ലാംഗ്വേജിൽ പ്രസൻ്റ് ആണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലല്ല എത്തിയിരിക്കുന്നത്. ഇറ്റ് ഈസ് സം അതർ സ്റ്റേറ്റ് സി വിച്ച് ഇസ് നോട്ട് എ ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് ഹെൻസ് ദിസ് ഇസ് നോട്ട് BA is not in the language L. Set of all strings starting with A എന്ന് പറഞ്ഞ ലാംഗ്വേജിലല്ല ഈ BA ഉള്ളത്. This is how you check if a particular string is present in the finite automata or not. Is it clear, children?
hope this is clear to you. ഇങ്ങനെ നിങ്ങൾ വേറൊരു സ്ട്രിങ് BBA വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. Similarly, you just check if you are getting if you are traversing through the input, just check from the initial state if you are reaching the final state or not. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ പർട്ടിക്കുലർ സ്ട്രിങ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. Okay, so this is about finite automata. We are in the syllabus now. Okay, we are in the module 1 now. Okay, now I'll get more detailed into the finite automata in the coming session. So till then, just go through this, and if you have any doubts, please let me know. Thank you.